കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കിടയിൽ ഏറ്റവും കൂടുതലും മെയിനായിട്ട് നിൽക്കുന്ന സ്ട്രീം മെഡിക്കൽ മേഖലയാണ്. മെഡിക്കൽ മേഖലയിലുള്ള കോഴ്സുകൾ കാര്യങ്ങളാണ്. എന്നാൽ ഒരു 10 വർഷം ബാക്ക് ആ ഒരു ടൈം, അതായത് എന്റെയൊക്കെ ഒരു +2 ടൈമില് അന്ന് മെഡിക്കൽ ഉണ്ടെങ്കിലും അതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ നിന്നേക്കുന്ന മേഖല എഞ്ചിനീയറിംഗ് മേഖലയാണ്. ആ എഞ്ചിനീയറിംഗ് മേഖലയ്ക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എന്തോ ഒരു മാറ്റമുണ്ട്. അതായത് ഈ തമിഴ്നാട് മേഖലയിലൊക്കെ ഒരുപാട് കോളേജുകൾ ആ ടൈമില് ഉണ്ടായിരുന്നു. മീൻസ് എഞ്ചിനീയറിംഗിന് കൂണ് പോലെ കോളേജുകൾ മുളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പഠിക്കാനൊക്കെ പോകുമായിരുന്നു. പക്ഷെ എഞ്ചിനീയറിംഗ് മേഖലയ്ക്ക് ഒരു ഒരു താളപ്പിഴ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആ കൊറോണ കഴിഞ്ഞിട്ടുള്ള ടൈമിലൊക്കെ കുറെ പേർക്ക് ജോലി പോയി, ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്ക് ജോലി പോയി. അതിനുശേഷം ടെക്നോളജിക്കലി കുറെ മാറ്റങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോഴും കുറെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ആ മേഖലയെ ബാധിച്ചിട്ടുണ്ട്. ചില 1-2 സ്ട്രീമുകൾ വെച്ച് ബാക്കിയുള്ള സ്ട്രീമുകളിൽ പഠിക്കാനേ ആളില്ലാത്തൊരവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. പല കോളേജുകളും പൂട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ ആ ഒരു ബാംഗ്ലൂർ സൈഡൊക്കെ കുറെ കോളേജുകളിൽ ഇപ്പോഴും കുട്ടികൾ വരുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. കേരളത്തിനകത്ത് ഭൂരിഭാഗം കോളേജുകളും മീൻസ് ആളില്ലാത്തൊരവസ്ഥയാണ്. കുറെ കോളേജുകൾ പൂട്ടിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് നിലവിലെ അവസ്ഥ. അപ്പൊ എഞ്ചിനീയറിംഗ് മേഖലയ്ക്ക് ഇപ്പൊ സാധ്യതയില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, എൻ്റെ ഒരു ട്രെൻഡും ഒന്ന് സംസാരിക്കാന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ ഒരു 1-2 വർഷം നല്ല ഡള്ളായിരുന്നു. പക്ഷെ ഈ വർഷം അത്യാവശ്യം ഒരു പോസിറ്റീവ് ആണ് ഫീൽഡിൽ കാണുന്നത്. മീൻസ് അത്ര പോസിറ്റീവ് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ കുറെ കുട്ടികൾ ഇപ്പൊ എഞ്ചിനീയറിംഗിനെ പറ്റി വീണ്ടും ചിന്തിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നോളജിക്കലി ഒരു റിഫർമേഷൻ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അതിന്റെ ഒരു മെയിൻ പാർട്ട് എത്തി. അതായത് ഈ AI പോലെ CS-ന്റെ ആ ഒരു അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ എല്ലാത്തിലും ഒന്ന് വന്ന് എല്ലാരും അതിനെപ്പറ്റി അറിഞ്ഞു. പല മേഖലകളിലും അത് വ്യാപിച്ചു. ഇപ്പം അതിന്റെ ഒരു ടെക്നിക്കൽ പാർട്ട് എങ്ങനെ പോകും, അല്ലെങ്കിൽ അതിന്റെ ഒരു മെക്കാനിക്കൽ പാർട്ട് എങ്ങനെ പോകും എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു സ്ഥിതിയായി. അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗിന് വീണ്ടും ഒരു പോസിറ്റിവിറ്റി വന്നു തുടങ്ങിയത്. അതായത് CS റിലേറ്റഡ് എഞ്ചിനീയറിംഗ്, AI ആൻഡ് ML, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, പിന്നെ ആസ് യൂഷ്വൽ അന്നും ഇന്നും മെക്കാനിക്കലിന് ഒരു ജോലി സാധ്യതയുണ്ട്. പിന്നെ പറയാൻ പറ്റുന്നത് ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ് ഒക്കെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ല വലിയൊരു ഇതൊന്നുമില്ല, ജസ്റ്റ് ഉണ്ട്, ഒരു പ്രസൻസ് അറിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ മെക്കാനിക്കൽ അന്നും ഇന്നും ഒരു ട്രെൻഡ് ഉണ്ട്. അതായത് മെക്കാനിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു ജോലി സാധ്യത കിട്ടും എന്നൊരു കാര്യമുണ്ട്. അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അപ്പൊ അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പൊ വേണമെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. പക്ഷെ AI-യുടെ അതേപോലെ തന്നെ ടെക്നോളജിയുടെ കുറെ സംഭവങ്ങൾ ഇപ്പൊ വരുന്നോണ്ട് തന്നെ ജോലിയെ ഫ്യൂച്ചറിൽ എങ്ങനെയൊക്കെ അത് ബാധിക്കാം എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. അതായത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ റീപ്ലേസ് ചെയ്തിട്ട് ആ വർക്ക് ഈ ടെക്നോളജി, അത് ഇപ്പൊ റോബോട്ട് ആയിരിക്കാം, അതല്ലെങ്കിൽ AML എന്ന് പറയുന്ന ആ ടെക്നോളജി ആയിരിക്കാം, അവര് വന്ന് റീപ്ലേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് പല കമ്പനികളും മീൻസ് അവർക്ക് സാലറി കൊടുക്കേണ്ടതായിരുന്നു, മൊത്തത്തിൽ പർച്ചേസ് ചെയ്യേണ്ട ഒരു കോസ്റ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ അവരങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ചേഞ്ച് ഔട്ട്സൈഡ് പല കൺട്രികളിലും വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഒരുപക്ഷെ താമസിയാതെ വരികയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗിന് ഒരു പോസിറ്റീവ് സൈഡ് ഈ പറയുന്ന CS, AI ആൻഡ് ML ആ ഒരു മേഖലയില് ഒക്കെ, ഒരു റോബോട്ടിക്സ് മേഖലയില്, അതിന്റെ മെക്കാനിക്കൽ മേഖലയില്, അതേപോലെ തന്നെ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ കുറച്ച് ഇത്രയെടുത്ത് ഒരു പോസിറ്റിവിറ്റി വരുന്നുണ്ട്. എങ്കിലും പഴയ ഭൂമിയിലോട്ട് ഇനിയും എത്തുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എഞ്ചിനീയറിംഗ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റിൽ ബിറ്റ് റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ ഈ താല്പര്യം അതാണ്. കാര്യം എല്ലാവരും ഈ പറയുന്ന പോലെ മെഡിക്കൽ മേഖല എടുക്കണമെന്നില്ല. നിങ്ങളുടെ ഒരു താല്പര്യം കഴിവും ഉണ്ടെങ്കിൽ ഇപ്പോഴും എഞ്ചിനീയറിംഗ് മേഖലയ്ക്കകത്ത് നിങ്ങൾക്ക് ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ എഞ്ചിനീയറിംഗ് മേഖലയിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏത് മേഖല എടുത്താലും ആരും നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന പോലെ ജോലി സാധ്യത അധികം ക്രിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ജോലി സാധ്യതയ്ക്ക് വളരെ ചെറിയ, അവരുടെ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള സാലറി നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല എന്നതുകൊണ്ടാണ് എല്ലാവരും വെളിയിലോട്ട് പോകുന്നത്. അപ്പൊ വെളിയിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് ഓപ്ഷൻസ് കോളേജുകൾ ഉള്ളത്, അല്ലെ എഞ്ചിനീയറിംഗ് പോളിടെക്നിക് കോളേജുകളുള്ള തമിഴ്നാട്ടിലാണ്.
പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടുന്ന കുട്ടികളുടെ എണ്ണവും കുറവാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം തമിഴ്നാട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സേലം കോയമ്പത്തൂർ സൈഡിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരിക്കലും കോളേജോ കാര്യങ്ങളോ മോശമായിട്ടല്ല അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് എഞ്ചിനീയറിംഗിന് നിങ്ങൾക്ക് ഇപ്പൊ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ബാംഗ്ലൂർ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലാംഗ്വേജ് കപ്പാസിറ്റി അതേപോലെ തന്നെ പ്ലേസ്മെന്റ് ഉള്ള ചാൻസും കാര്യങ്ങളും കൂടുന്നുണ്ട്. ഒരിക്കലും ബാംഗ്ലൂരെ കോളേജ് അത്ര അങ്ങ് ഹെവി ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തോ വലിയ സംഭവം ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല. അവിടെ പഠിപ്പിക്കുന്ന ഇവിടെ പഠിപ്പിക്കുന്നൊക്കെ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അത് ആ സ്ഥലത്തിന്റെ ഒരു ഗുണം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എഞ്ചിനീയറിംഗ് എടുത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും നല്ല ഓപ്ഷൻ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. പല കോളേജുകളും മീൻസ് ഫീസൊക്കെ ഇപ്പൊ കുറച്ചിട്ടുണ്ട്. ഒരു സമയത്തൊക്കെ നല്ല ഫീസ് കിടന്ന കോളേജുകളൊക്കെ ഇപ്പൊ ഫീസ് പലതും കുറച്ചിട്ടുണ്ട്. അത് കുട്ടികൾക്ക് അഫോർഡബിലിറ്റിയുടെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടും അതേപോലെ തന്നെ പഴയ ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ടുമാണ് പല കോളേജുകളും ഫീസ് കാര്യങ്ങൾ കുറച്ചിട്ടുള്ളത്. എന്നാ ഹെവി ഡൊണേഷനിൽ പോകുന്ന കോളേജുകൾ ഇപ്പോഴും ഉണ്ട് താനും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ നേരിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനകത്തൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അന്നേരം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കാര്യം അത് ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ഇപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എഞ്ചിനീയറിംഗ് മേഖല നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ അങ്ങോട്ട് മാറ്റിയിരിക്കട്ടെ. ബാക്കി മെക്കാനിക്കല്, ANML, റോബോട്ടിക്സ്, CS ഇത്ര എണ്ണത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൈവെക്കാം. നിങ്ങൾ അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൈവെക്കാം. പിന്നെ BCAയും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് എയും തമ്മിൽ വ്യത്യാസമുണ്ട്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മെക്കാനിക്കൽ, അതിന്റെ ടെക്നിക്കൽ ആ പാർട്ടാണ്, മറ്റേത് ഓപ്പറേഷൻ പാർട്ടാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഇത് രണ്ടും ഒന്നാണെന്നൊക്കെ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അത് തെറ്റായൊരു ധാരണയാണ്. അത് മനസ്സിലാക്കി മാത്രമേ നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങാവൂ. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് റോബോട്ടിക്സ് ആ ടെക്നോളജിയുടെ വ്യത്യാസ കാര്യങ്ങൾ അതനുസരിച്ച് മാത്രം കോഴ്സ് എടുക്കുക. പിന്നെ ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന ഒരു കോഴ്സ് നമുക്ക് ആ മേഖലയോട് അത്ര കണ്ട് താല്പര്യവും അതിന്റെ ഒരു ഔട്ട്സൈഡ് എക്സ്പോസറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്നെ തുടങ്ങാവൂ. കാര്യം ഏറ്റവും കൂടുതലും എയുടെ ഇൻഫ്ലുവൻസ് വരാൻ പോകുന്ന മേഖല ഓട്ടോമൊബൈൽ ആയിരിക്കും. അതിന്റെ അപ്ഡേഷന് കാര്യങ്ങള് അതേപോലെ തന്നെ പല രീതിയിലുള്ള ഫോർമേഷനിലും ഈ പറയുന്ന എയുടെ ഒരു ഇൻഫ്ലുവൻസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഓട്ടോമൊബൈൽ എടുക്കുന്നവർ വളരെ അധികം ശ്രദ്ധിക്കുക. നിങ്ങൾ ടെക്നിക്കലി നല്ല ഒരു എക്സ്പോസർ കിട്ടുന്ന കോളേജുകളും സ്ഥലങ്ങളും നോക്കി മാത്രമേ ഓട്ടോമൊബൈൽ എടുക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓട്ടോമൊബൈല് വളരെ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യങ്ങൾ മാത്രം, അതായത് നമ്മളിപ്പോ എഞ്ചിനീയറിംഗ് കോഴ്സ് എടുക്കുമ്പോൾ മീൻസ് ടെക്നിക്കലി അപ്ഡേറ്റ് ആവാനോട് ശ്രദ്ധിക്കണം. അതായത് ഒരു 6 മാസം 1 വർഷത്തിനകത്ത് തന്നെ നമ്മുടെ നാട്ടിലെ നല്ല ലോകത്തിലെ ടെക്നോളജി പെട്ടെന്ന് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ടൈം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഇപ്പൊ മെറ്റാവേഴ്സ് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് അടുത്ത ജനറേഷൻ ടെക്നോളജി വരുന്നുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നും മറ്റേത് ഇംപ്ലിമെന്റ് ആവുന്നതിന് ഇടയ്ക്ക് തന്നെ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങള് ആ ഒരു ടെക്നിക്കലി അപ്ഡേഷൻ ആവാനുള്ള ഒരു മനസാന്നിധ്യം കൊണ്ട് മാത്രമേ ഈ കോഴ്സിലോട്ട് വരാവൂ. ഓക്കെ, അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഇനിയുണ്ട്. പെട്രോളിയം, പെട്രോകെമിക്കൽ, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഈ സാധ്യതയുള്ള കോഴ്സുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ സാധ്യതയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഈ ടെക്നിക്കലി അപ്ഡേറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റോട് വരിക. പിന്നെ ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, അങ്ങനെ കുറെ അഗ്രികൾച്ചർ, BSc അഗ്രികൾച്ചറിന്റെ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതല്ലെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ഉണ്ടെങ്കിൽ ഇടാം. ഞാൻ എഞ്ചിനീയറിംഗിന്റെ വീഡിയോ ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആയി. കുറെ പേരിനോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് എഞ്ചിനീയറിംഗ്, അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലയോ. അറിയാത്തോണ്ടൊന്നുമല്ല, മീൻസ് അതിന്റെ ഒരു സാധ്യതകൾ അത്രയും ഇതായിരുന്നു. ഞാനിപ്പോ ഇത്രയും നാളും ഈ ഒരു സീസൺ, അതായത് ഈ ഒരു കുട്ടികള് ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്ന ടൈമാണിത്. അപ്പൊ ഈ ടൈമില് കുറച്ച് എൻക്വയറി, കുറച്ച് കാര്യങ്ങളും ഡൗട്ടും ഒക്കെ ഈ ഒരു ഫീൽഡിൽ വന്നു. ഞാനത് വരുന്നുണ്ടോ ഇല്ലയോ നോക്കി വെയിറ്റ് ചെയ്യായിരുന്നു. വന്നു തുടങ്ങിയത് കൊണ്ടാണ് ഞാനെന്ന് അതിനെപ്പറ്റി ഒരു ഔട്ട്ലൈൻ മാത്രം തരാം എന്ന് കരുതിയത്. ഇതൊരിക്കലും ഒരു കോഴ്സിന്റെ ഡീപ്പായിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് സാധ്യതയുള്ളത്, ഇപ്പൊ സാധ്യത പറയാൻ പറ്റുന്ന 4 എണ്ണം. ഒന്ന് മെക്കാനിക്കല്,
CS, A&M, റോബോട്ടിക്സ് അത് വരുന്ന ഇത്രയും കോമ്പിനേഷൻ വരുന്ന 4 ഓപ്ഷൻ പറഞ്ഞു. ഓട്ടോമൊബൈല് ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് ഞാൻ മാറ്റി വെക്കുന്നു. ബാക്കി ഇലക്ട്രോണിക്സ്, പെട്രോകെമിക്കൽ, അങ്ങനെ പെട്രോളിയം എഞ്ചിനീയറിംഗ് ഒക്കെ മാറ്റി വെക്കുന്നു. ഓക്കെ, ഇങ്ങനെ 3 സെക്ഷനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 3 സെക്ഷനിൽ നിങ്ങൾക്ക് ആദ്യത്തെ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ജോലി കിട്ടും. ഓട്ടോമൊബൈൽ എടുത്തു കഴിഞ്ഞാൽ താല്പര്യം ഉണ്ടെങ്കിൽ ജോലി കിട്ടും. മറ്റേത് നിങ്ങൾ ജോലിക്ക് വേണ്ടി പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം എടുക്കണം. ഈ ഒരു ഔട്ട്ലൈൻ മാത്രമേ തരുന്നുള്ളൂ. പിന്നെ തമിഴ്നാട് കോളേജസ് കുറെ ഉണ്ട്. തമിഴ്നാട് പഠിക്കാനും നല്ലതാണ്, നല്ല ഓപ്ഷനാണ്. പക്ഷെ ജോലി സാധ്യത കിട്ടുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ബാംഗ്ലൂർ എന്ന് ചിന്തിക്കേണ്ടി വരും. അതല്ല നിങ്ങൾ ഹയർ സ്റ്റഡീസ് ഫോക്കസ് ചെയ്താണ് എടുക്കുന്നതെങ്കിൽ തമിഴ്നാട് തന്നെ എടുത്തോ, ഒരു പ്രശ്നമില്ല. ഇതാണ് കോളേജിന്റെ കേസിൽ. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഇനി ഡീറ്റെയിൽ കുറെ ഡൗട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. കാര്യം ഒന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഡൗട്ട് ഉണ്ട്. അത് കോഴ്സിനെ പറ്റിയിട്ടാണെങ്കിലും കോളേജിനെ പറ്റിയിട്ടാണെങ്കിലും അഡ്മിഷൻ പ്രൊസീജിയറിനെ പറ്റിയിട്ടാണെങ്കിലും ഇനിയും റെയർ കോഴ്സ് എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചേക്കുന്നതിനെ പറ്റിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതകളുണ്ട്. ഇനി ഞാൻ പറയാത്ത പല കാര്യങ്ങളും ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കോളേജുകൾ സെലക്ട് ചെയ്യുന്നതിനകത്തും കുറെ കാര്യങ്ങളുണ്ട്. അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എഞ്ചിനീയറിംഗ് നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കോൺടാക്ട് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ ഡൗട്ടിനും, ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള മേഖല ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ എല്ലാ ഡൗട്ടിനുള്ള ഉത്തരം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിൽ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് സെക്ഷൻ ചോദിച്ചോളുക. അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളും ഉണ്ടാവും. ഇതിന്റെ ബാക്കിയായിട്ട്, എഞ്ചിനീയറിംഗിന്റെ ബാക്കിയായിട്ട് ഇതിന് എത്രത്തോളം നിങ്ങൾ റെസ്പോൺസ് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ എഞ്ചിനീയറിംഗിന്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.